മാളികപ്പുറം എന്ന ഒരു സിനിമ മാത്രം മതിയാവും ദേവാനന്ദ എന്ന ബാലതാരത്തെ മലയാളികൾക്ക് എന്നും ഓർത്തിരിക്കാൻ. 4.5 വയസ്സ് മുതൽ അഭിനയ ലോകത്ത് സജീവമാണ് ഈ കൊച്ചുമിടുക്കി. തൊട്ടപ്പൻ എന്ന ചിത്രത്തിൽ തുടങ്ങിയ ദേവനന്ദയുടെ അഭിനയ ജീവിതം മിന്നൽ മുരളി, മൈ സാൻഡോ, മാളികപ്പുറം, 2018 നെയ്മർ തുടങ്ങി നിരവധി ഹിറ്റ് ചിത്രങ്ങളിൽ വരെ എത്തിക്കഴിഞ്ഞു. മനു രാധാകൃഷ്ണൻ സംവിധാനം ചെയ്യുന്ന ഗു ആണ് ദേവാനന്ദയുടെ പുതിയ ചിത്രം. മാളികപ്പുറം എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിലൂടെ പ്രേക്ഷകരുടെ മനസ്സിൽ സ്ഥാനം പിടിച്ച ദേവാനന്ദയാണ് ചിത്രത്തിലെ മിന്ന എന്ന കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത്. ബംഗളൂരുവിൽ നിന്നും മിന്ന എന്ന പെൺകുട്ടി തൻ്റെ മാതാപിതാക്കൾക്കൊപ്പം അവധിക്കാലം ആഘോഷിക്കുവാൻ അല്പം അമാനുഷികതകൾ നിറഞ്ഞ തറവാട്ടിലെത്തുന്നതോടെ അരങ്ങേറുന്ന സംഭവ വികാസങ്ങളാണ് ഈ ചിത്രത്തിലൂടെ അവതരിപ്പിക്കുന്നത്. ദേവാനന്ദയെക്കുറിച്ച് ജാങ്കോ സ്പേസ് ടിവിക്ക് നൽകിയ അഭിമുഖത്തിനിടെ സംസാരിക്കുകയായിരുന്നു മണിയൻ പിള്ള രാജു. മാളികപ്പുറം എന്ന സിനിമ ഞാൻ മനുവിനോടൊപ്പം കണ്ടിട്ടിറങ്ങിയപ്പോഴാണ് എനിക്കതിലെ കുട്ടിയെ ഹീറോയാക്കി ഒരു സിനിമ ചെയ്താൽ മലയാളികൾ എല്ലാം കാണും എന്ന് തോന്നിയത്. അത് ഞാൻ മനുവിനോട് പറയുകയും ചെയ്തിരുന്നു. ഞാൻ മഞ്ജു വാര്യരെ ചൂണ്ടിക്കാണിച്ചിട്ടാണ് ഇതുപോലെ പറഞ്ഞിട്ടുള്ളത്. ഞാൻ 6-ാം തമ്പുരാൻ സിനിമയുടെ ഷൂട്ടിലാണ് മഞ്ജുവുമായി പരിചയപ്പെടുന്നതും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നതും. അന്നെല്ലാം മഞ്ജുവിൻ്റെ അഭിനയവും അവരുടെ മുഖത്ത് മിന്നിമായുന്ന ഭാവങ്ങൾ കാണാനും ക്യാമറയുടെ സൈഡിൽ ചെന്ന് നിൽക്കാറുണ്ട്. അങ്ങനെയാണ് ഞാൻ ഈ കുട്ടിയെ ഹീറോയിൻ അല്ല ഹീറോ ആയി തന്നെ ഒരു സിനിമ എടുക്കണം എന്ന് TK രാജീവ് കുമാറിനോട് പറയുന്നത്. അപ്പോൾ രാജീവാണ്, ഒരു കുട്ടനാടൻ റിവഞ്ച് സബ്ജക്റ്റ് ഉണ്ട്, നമുക്കത് നന്നായി ഷൂട്ട് ചെയ്യാം എന്ന് പറയുന്നത്. അങ്ങനെയാണ് രാജീവ് കണ്ണെഴുതി പൊട്ടും തൊട്ട് എടുക്കുന്നത്. അതുപോലെയാണ് ഞാൻ ദേവാനന്ദയെ പറയുന്നത്. മണിയമ്പിള്ള രാജു പറഞ്ഞു, ദേവാനന്ദ ഇല്ലായിരുന്നെങ്കിൽ ഞാൻ ഈ സിനിമ പ്ലാൻ ചെയ്യില്ലായിരുന്നു. അത് സിനിമ കണ്ടാൽ നിങ്ങളും പറയും എന്നും താരം കൂട്ടിച്ചേർത്തു.